ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ ആക്ട്രസസ് ഗീതയുടെ ഒരു പിക്കാണ്. 90 കാലഘട്ടങ്ങളിൽ മിക്ക ഹിറ്റ് പടങ്ങളിലും കാണപ്പെടുന്ന ഒരു നടിയാണ് ഗീത. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വേർഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. പറയാനുള്ളത്, ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് വരയ്ക്കുന്നൊരു ചിത്രമാണ്. ഞാനിന്ന് എടുത്തിരിക്കുന്ന വാക്ക് ട്രാവൽ എന്നുള്ള ഒരു വേർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ട്രാവലിങ്ങിൽ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, നമ്മളെല്ലാവരും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ജന്മത്തിൽ നിന്നും നമ്മുടെ എൻഡിലേക്ക് വരെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളാരും അത് നോട്ടീസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത്, ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ പോലെ നമുക്ക് ടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പോലെ എൻ്റെ ഒരു തോന്നൽ. നമ്മുടെ ഈ മൈൻഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ഭയങ്കര ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കണേ, ഇപ്പോൾ ഫാമിലിയിൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസിലായിക്കോട്ടെ, എന്തെങ്കിലും ഒരു നമ്മുടെ സ്ഥാപനത്തിലൊരു ചെറിയൊരു പ്രശ്നമായിക്കോട്ടെ, അപ്പോൾ എന്ന് വെച്ചാൽ അതൊന്ന് ക്ലീൻ ചെയ്യണം. നമ്മുടെ ആ മൈൻഡ് നിൽക്കുന്ന ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ട്രാവലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് മിക്ക ആൾക്കാരും ട്രാവൽ ചെയ്യണ സമയത്ത് ഒന്നില്ലെങ്കിൽ ഫോണിൽ സ്ക്രോൾ ചെയ്യാനുണ്ടാവും, ഇല്ലെങ്കിൽ ഉറങ്ങണമായിരിക്കും, ഇല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ബുക്ക് വായിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. നമ്മൾ കാഴ്ചകൾ കാണാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ കുറേ പലതരം വീടുകൾ, പല ചെടികൾ, അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്നൊക്കെ നടക്കുന്ന കച്ചവടങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള പഴയ ആ ഒരു ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ടെൻഷൻ, അതെല്ലാം അങ്ങോട്ട് ഒഴുകി ഇതെല്ലാം അങ്ങോട്ട് ഫില്ല് ചെയ്യാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിലേക്കും നമ്മുടെ തോട്ട്സിലേക്കൊക്കെ ഇത് ഫില്ല് ചെയ്യാൻ തുടങ്ങും. എന്തെങ്കിലുമൊക്കെ നല്ല ഭംഗിയുള്ള എന്താ പറയുക, പൂക്കളോ അല്ലെങ്കിൽ സ്ട്രക്ചർ വർക്കേഴ്സ് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അത് നമ്മുടെ മൈൻഡിലേക്ക് അത് സെറ്റാകാൻ തുടങ്ങും. അപ്പോൾ പഴയ ആ ഒരു ടെംപ്റ്റേഷനോ അല്ലെങ്കിൽ പഴയ ആ ഒരു പ്രഷർ, അതെല്ലാം കൂടെ പതുക്കെ റിലീസായി പോകും. അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ റിലീസാവുന്നതാണ് ഏറ്റവും നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയേക്കുന്നത്, നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങൾ ആദ്യം കണ്ട് പിന്നെ ദൂരയിലേക്ക് യാത്ര പോകുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ആദ്യം തന്നെ ഒരു ലോങ് ട്രിപ്പ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു മടുപ്പ് വരാൻ ചാൻസസ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആദ്യം ഏറ്റവും അടുത്ത സ്ഥലങ്ങളിൽ പോയി അവിടെ കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ പിന്നെ അപ്പോൾ നമുക്ക് തോന്നും അടുത്ത ഒരു ട്രിപ്പും കൂടി പോകാമെന്നുള്ള ഒരു മൈൻഡ്, അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവും. നമ്മൾ ഒരു വർഷത്തേക്ക് ടൂർ പോകാമെന്ന് പറഞ്ഞ് ഫണ്ട് മാറ്റി വെക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നത് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ ബിസി വേൾഡിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ തിരക്കുകളിൽ നിന്ന് മാറി നമ്മൾ ഒന്ന് ട്രാവൽ ചെയ്യണം. കുറച്ചും കൂടി എപ്പോഴും നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യണതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എവിടെയാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്, ഇല്ലെങ്കിൽ എന്താ പറയുക, ആ റൂട്ട് കാര്യങ്ങളെല്ലാം ഏകദേശം നമ്മുടെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ട്രാവലിങ് നമുക്ക് ചെറിയൊരു നെഗറ്റീവ് അടിക്കാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയേക്കുന്നത്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് എപ്പോഴും നമ്മുടെ ഒരു ഇതിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കണം. നമ്മുടെ ഒരു ബഡ്ജറ്റിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിനും കുറച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ എന്താ പറയുക, അടുത്ത പ്രാവശ്യം പോകാനുള്ള ഒരു ടെൻഡൻസി കുറച്ചും കൂടി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അത് ഇത്രയും എക്സ്പെൻസീവ് ആയുള്ളൂ എന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നതാണ്. പിന്നെ എനിക്കിങ്ങനെ തോന്നാറുണ്ട്, നമ്മൾ നേച്ചറായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ട്രാവലിങ് ചെയ്യുന്നത് കുറച്ചും കൂടി എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളേരിയയിലേക്ക്, വില്ലേജ് ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ, അതുകൂടാതെ തന്നെ നമ്മളെന്താ പറയുക, ഭയങ്കര റൂറലായിട്ട് എന്താ പറയുക, അധികം തിരക്കില്ലാത്ത സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേകതരം ഭംഗിയായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നത്, നമ്മൾ മിക്കവാറും സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അത് ശരിക്കും പറഞ്ഞാൽ അതെപ്പോഴും അത് ഭയങ്കര ഒരു ഇതായിരിക്കും, എനർജി ലെവൽ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ റൂറൽ ഏരിയ, അല്ലെങ്കിൽ
പാടങ്ങളുടെ സൈഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ സെയിം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ളി ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ സിറ്റികളിൽ അല്ലെങ്കിൽ മഹാനഗരങ്ങളിലേക്ക് കയറി വരുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് എനർജി അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു പോസിറ്റീവിലേക്ക് മാറ്റാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ പാസ്റ്റിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്ത സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ അവിടെ രണ്ടാമതും റീവിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് ഇടയ്ക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് അത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലെവലിൽ കമ്പയറിങ് വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി നമ്മുടെ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം കൂടുന്നതാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ ഞാൻ കൂടുതലും കേട്ട് വന്നേക്കാം നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെന്ന് ട്രാവലിങ് കൂടുതൽ നേരം സഞ്ചരിക്കുക എന്നൊക്കെ പറയാണ്. പക്ഷേ എൻ്റെ ഒരു സജഷൻ വെച്ചാൽ എനിക്ക് തോന്നിയേക്കണത് നമ്മുടെ കൂടെ ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് എന്താ പറയുക നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ഏകദേശം ഒരു മാച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ നമ്മുടെ കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് നമ്മളുടെ എനർജി ലെവൽ കുറേ കൂടി എന്താ പറയുക കൂടാൻ ചാൻസ് കൂടുതൽ എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. പിന്നെ ചില സമയങ്ങളിൽ ഭയങ്കര ഡിപ്രഷനായിട്ട് നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഭയങ്കര സാഡായിട്ട് നിൽക്കുന്ന ആൾക്കാർ അവരെ ഒറ്റയ്ക്ക് വിടുന്നതാണ് ഏറ്റവും കൂടുതൽ കുറച്ചും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ട്രാവലിംഗ് വളരെ 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 നമ്മുടെ കാഴ്ചപ്പാട് വരെ മാറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ടൈം കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് കുറച്ച് ഒരു ദിവസങ്ങൾ മാറ്റി വെച്ചിട്ട് ട്രാവൽ ചെയ്യണം നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ ഡ്രോയിങ് ഏകദേശം ഇപ്പോൾ ഫിനിഷിങ് ആവാറായിട്ടുണ്ട്. ഇത് നമ്മൾ പഴയ ഒരു പിക്കാണ് എടുത്തിരിക്കുന്നത്. Thanks for watching my video. Have a nice day.